ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ തിരുവചനത്തിലേക്ക് നാം കടന്നു പോകുമ്പോൾ ജ്ഞാനത്തിൻ്റെ പുസ്തകം 7-ാം അധ്യായം 14-ാമത്തെ വചനം ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്. അത് മനുഷ്യർക്ക് അക്ഷയനിധിയാണ്, ജ്ഞാനം സിദ്ധിച്ചവർക്ക് ദൈവത്തിൻ്റെ സൗഹൃദം നേടുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് യേശുവിൻ്റെ തിരുവചനവുമായി നാം ഇവിടെ ഒരുമിച്ച് ചേരുമ്പോൾ ജ്ഞാനം സിദ്ധിച്ചവർ ദൈവത്തിൻ്റെ സൗഹൃദം നേടുന്നു എന്ന് പറയുമ്പോൾ ദൈവത്തോടൊപ്പം യാത്ര ചെയ്യുന്നു എന്നാണ് അതിനർത്ഥം. നിന്നെ പിരിയാത്ത, നിന്റെ കൂടെ ഇരിക്കുന്ന, നിന്റെ കരം പിടിക്കുന്ന, നിന്നോട് ചേർന്നിരിക്കുന്ന ഒരു ദൈവം, നിന്നിൽ ഒന്നായിത്തീരുന്ന ഒരു ദൈവം, ആ ദൈവത്തിൻ്റെ കൂട്ടാണ് ജ്ഞാനിയായ ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന തിരുവചനം നമ്മെ പറഞ്ഞു വെക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഈ നാളുകളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ 2 ചിന്തകളാണ് ഇപ്പോൾ ഈ സമയത്ത് നിങ്ങളോട് പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുക. എന്തിനും ഏതിനും വേണ്ടി കൊതിക്കുന്ന ഒരു മനസ്സാണ് എനിക്കും നിങ്ങൾക്കുമുള്ളത്. എത്ര കിട്ടിയാലും മതിയാകാത്ത, തൃപ്തിയില്ലാത്ത ഒരു ഹൃദയം, അടങ്ങാത്ത ദാഹമുള്ള ഒരു മനസ്സ്, ശരീരം ഒക്കെ നമുക്കുള്ളപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എവിടെയൊക്കെയോ വീണ്ടും പരാതികളും പരിഭവങ്ങളും ഒക്കെ നിറഞ്ഞു നിൽക്കുകയാണ്. ഏറെ പരാതികളുള്ള, പരിഭവങ്ങളുള്ള നമ്മുടെ ജീവിതത്തിൽ 2 വാക്കുകൾ ദൈവത്തോട് പറയാൻ കഴിഞ്ഞാൽ ഞാനും നീയുമൊക്കെ സന്തോഷമുള്ളവരായി മാറും, സമാധാനമുള്ളവരായി മാറും, ദൈവത്തിൻ്റെ കൂട്ടുകിട്ടിയവരായി മാറും. ദൈവത്തെ സ്വന്തം ജീവിതത്തോട് ചേർത്ത് പിടിച്ച പരിശുദ്ധ അമ്മ, സ്വന്തം ഉദരത്തിലേക്ക് യേശുക്രിസ്തുവിനെ സ്വീകരിച്ച പരിശുദ്ധ അമ്മ, അമ്മയുടെ ജീവിതത്തിൽ അമ്മ സ്വർഗത്തോട് പറഞ്ഞ ഏറ്റവും വലിയൊരു വാക്കുണ്ട്. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 38-ാമത്തെ വചനം. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന്. പ്രിയപ്പെട്ടവരെ, എനിക്കും നിനക്കും ഈശോയുടെ സൗഹൃദം വേണം. പരാതിയില്ലാത്ത, പരിഭവങ്ങളില്ലാത്ത, മോഹങ്ങളേറെയില്ലാത്ത, സ്വസ്ഥതയുള്ളൊരു മനസ്സ് നിനക്ക് വേണോ? ഞാനും നീയും ജീവിതത്തിൽ ആവർത്തിച്ച് പറയേണ്ട ഒരു കാര്യമുണ്ട്. കർത്താവേ, ഇതാ നിന്റെ ദാസി, ഇതാ നിന്റെ ദാസൻ. എന്താണ് ഇതാ നിന്റെ ദാസൻ, ഇതാ നിന്റെ ദാസി എന്ന് പറയുമ്പോൾ ഒരു മനസ്സ് ദൈവത്തോട് പറയേണ്ടത് എന്താണ്? എൻ്റെ ജീവിതത്തിൽ എനിക്ക് പലതും വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുമ്പോൾ, എത്ര ശ്രമിച്ചിട്ടും എത്ര ഓടിയിട്ടും കിട്ടുന്നില്ല എന്ന് എനിക്ക് തോന്നുമ്പോൾ ഞാൻ കർത്താവിൻ്റെ മുമ്പിൽ പറയണം, കർത്താവേ, എനിക്ക് ഇത് മതി. ഇതാ നിന്റെ ദാസൻ എന്ന് പറയുമ്പോൾ ഞാൻ അവനോട് പറയേണ്ട ഒരു വാക്കാണ്, കർത്താവേ, എനിക്കിത് മതി. ഒരു പക്ഷേ പരീക്ഷ പലതവണ എഴുതിയിട്ടും പാസ്സാകാത്തവരായിരിക്കും. ഒരുപാട് ജോലി ചെയ്തിട്ടും സാമ്പത്തിക മേഖല അഭിവൃദ്ധിപ്പെടാത്തവരായിരിക്കും. എന്ന് ചോദ്യങ്ങൾ ചോദിക്കാതെ ദൈവത്തിൻ്റെ മുമ്പിൽ ഞാനും നീയും പറയണം, കർത്താവേ, എനിക്ക് ഇത് മതിയെന്ന്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൻ്റെ യാത്രകളിൽ ഇത് മതിയെന്ന് പറയുന്ന തൃപ്തി നിറഞ്ഞ 2 ജീവിതങ്ങളെ ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട്. ഒരിക്കലും മറക്കാനാവാത്ത 2 ജീവിതങ്ങൾ. ഒരിക്കലൊരു ഭവനത്തിൽ ഞാൻ കടന്നു ചെല്ലുമ്പോൾ അപ്പനും അമ്മയും കൂടി തൻ്റെ 7-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞുമായി എൻ്റെ അടുക്കലേക്ക് വന്നു. സിസ്റ്ററെ, എൻ്റെ കൊച്ചിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാണ് അപ്പൻ ആ കുഞ്ഞിനെ എൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് നിർത്തിയത്. പെട്ടെന്ന് തന്നെ അവനുമായി കൂട്ടായ ഞാൻ, അവൻ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്, പേര് ചോദിച്ച് വർത്തമാനമൊക്കെ പറഞ്ഞപ്പോൾ ഒത്തിരി ഫ്രണ്ട്ലി ആയി മാറി. പെട്ടെന്ന് അവൻ എന്നോട് പറഞ്ഞു, സിസ്റ്ററെ, ഞാനൊരു കാര്യം കാണിക്കട്ടെ എന്ന് ചോദിച്ചു. തൊട്ടു പുറകിൽ അപ്പൻ നിപ്പുണ്ട്. ഞാൻ പറഞ്ഞു, നീ കാണിച്ചോ, നിനക്കിഷ്ടമുള്ളതൊക്കെ നീ കാണിച്ചോളാൻ പറഞ്ഞു. പെട്ടെന്ന് അവനെ ഇങ്ങനെ ചെരിഞ്ഞു നിന്നിട്ട് അവൻ്റെ കൈ ഇങ്ങനെ ഉയർത്തി ഇങ്ങനെ കാണിക്കുകയാണ്. ഈ കൈ ഇങ്ങനെ ഉയർത്തി കാണിക്കുമ്പോൾ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. പണ്ടെങ്ങോ പറഞ്ഞു കേട്ടതും എൻ്റെ സഹോദരൻ്റെ കൊച്ചു കാണിച്ചതുമായ സിനിമയിലെ പുലിമുരുകൻ്റെ ഒരു ഭാഗമാണെന്ന് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വന്നു. അപ്പോൾ ഞാൻ ഓർത്തവൻ നന്നായി ആക്ട് ചെയ്യുന്നുണ്ടല്ലോ എന്ന് മനസ്സിലോർത്ത് ഇങ്ങനെ ഒന്നും മനസ്സിലാകാതെ നിൽക്കുകയാണ്. എന്ത് പറയണമെന്നറിയില്ലാതെ നിൽക്കുമ്പോൾ തൊട്ടു പുറകിൽ അപ്പൻ നിറഞ്ഞ കണ്ണുകളോടെ എന്നെ കൈ ഉയർത്തി കാണിക്കുകയാണ്, വെൽ ഡൺ എന്ന് പറയണമെന്ന്. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ ഇവരോട് പറയേണ്ടത് വെൽ ഡൺ, നന്നായിരിക്കുന്നു കുഞ്ഞെ എന്നാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു.
പെട്ടെന്ന് ഞാൻ അവനെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, മോനെ നന്നായിരിക്കുന്നുവെന്ന്. ഒന്നും മനസ്സിലാകാതെ നിന്ന് ഈ പ്രവൃത്തി ഞാൻ ചെയ്യുമ്പോൾ അപ്പൻ എൻ്റെ മുമ്പിലേക്ക് കയറി വന്നിട്ട് പറഞ്ഞു, നിറഞ്ഞ കണ്ണുകളോടെ പറഞ്ഞൊരു കാര്യമുണ്ട്, സിസ്റ്ററെ, 5 ലക്ഷം പേരിൽ ഒരാൾക്ക് വരുന്ന ഒരസുഖം എൻ്റെ കുഞ്ഞിനുണ്ട്. എൻ്റെ കുഞ്ഞ് ജനിച്ച അന്ന് മുതൽ അവന് ഈ 2 വാരിയെല്ലുകളില്ല. വാരിയെല്ലുകളില്ലാതെ ജനിച്ചൊരു കുട്ടിയാണവൻ. ഈ 2 എല്ലുകളില്ലാത്തത് കൊണ്ട്, ലങ്സിനെ കവർ ചെയ്യുന്ന ഈ വാരിയെല്ലുകളില്ലാത്തത് കൊണ്ട് ശരീരത്തിന് ബലമില്ല. 1 കപ്പ് വെള്ളം ഉയർത്തിപ്പിടിക്കാൻ പറ്റില്ല, കൈയൊന്നും ഉയർത്താൻ പറ്റില്ല, പന്തൊന്നും തട്ടാൻ പറ്റില്ല. ഒരു ഭാരമെടുക്കാൻ പറ്റാത്ത കുഞ്ഞ് തന്നാലാവും വിധം കരങ്ങൾ ഇങ്ങനെ ഉയർത്തി കാണിക്കുമ്പോൾ ഇതെനിക്ക് സാധിക്കുമെന്ന് പറയുന്ന മനസ്സിൻ്റെ തൃപ്തിയുള്ള ഒരു ഹൃദയത്തിൻ്റെ ഒരു പുഞ്ചിരിക്കുന്ന മുഖമാണ് അന്ന് ആ വീട്ടിൽ ചെല്ലുമ്പോൾ ഈശോ എൻ്റെ മുമ്പിലേക്ക് ഇട്ടു തന്നത്. പ്രിയപ്പെട്ടവരെ, ഇത് നിങ്ങളോട് പങ്കുവെക്കുമ്പോൾ ജീവിതത്തിൻ്റെ യാത്രകളിൽ ഞാനും നീയുമൊക്കെ എന്തൊക്കെയോ കൂട്ടിച്ചേർത്ത് തന്നില്ല എന്ന് പറഞ്ഞ് പരാതിപ്പെടുമ്പോൾ, പരിഭവപ്പെടുമ്പോൾ, മുന്നൊരു വലിയ കടൽ നിൽക്കുന്നല്ലോ എന്നോർത്ത് ഇതെന്തിങ്ങനെ കടന്നു പോകുമെന്നോർത്ത് കണ്ണുനീര് പൊഴിക്കുമ്പോൾ ഈശോ നമ്മളോട് പറയുകയാണ്, നിനക്ക് എന്താണോ ദൈവം കൂട്ടിച്ചേർത്തത് അതിനെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട്, കർത്താവേ എനിക്കിത് മതിയെന്ന് പറയുന്ന ഒരു മനസ്സുണ്ടല്ലോ, ആ മനസ്സാണ് ഈശോയുടെ കൂട്ടുള്ള മനസ്സ്. ഇന്ന് എല്ലാ ജീവിതങ്ങളിലും ഇത് കുറഞ്ഞു പോയിട്ടുണ്ട്. എനിക്കും നിങ്ങൾക്കും ഉൾപ്പെടെ ഈ വചനം കേൾക്കുമ്പോൾ ഈശോയുടെ കൂട്ട് നിന്നിലുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിൽ എന്ത് നിനക്കില്ലെന്ന് തോന്നുന്നുണ്ടോ, കുറവുണ്ടെന്ന് തോന്നുന്നുണ്ടോ, അതിനെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട്, കർത്താവ് തന്നതൊക്കെ ചേർത്ത് പിടിച്ചിട്ട് പറയണം, അപ്പാ എനിക്കിത് മതിയെന്ന്. ഇത് മതിയെന്ന് പറയുമ്പോൾ പരിശുദ്ധ അമ്മയെ പോലെ നിന്റെ ജീവിതത്തിൽ ഈശോ ജനിക്കും. അമ്മ പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കെന്നിൽ ഭവിക്കട്ടെ എന്ന് പറഞ്ഞ നിമിഷമാണ് പ്രിയപ്പെട്ടവരെ അമ്മയുടെ ഉദരത്തിൽ ഈശോ ജനിച്ചത്. എൻ്റെയും നിന്റെയും ഇല്ലായ്മയിൽ ആ കുറവുകളെ ചേർത്ത് പിടിച്ചിട്ട് നീ പറയണം, ഈശോയെ എനിക്കിത് മതി. ഒരുപക്ഷെ ആരോഗ്യത്തിൽ എനിക്ക് കുറവുണ്ടെങ്കിൽ ആ കുറവുള്ള എൻ്റെ ശരീരത്തെ ചേർത്ത് പിടിച്ചിട്ട് ഞാൻ ഈശോയോട് പറയണം, ഈശോയെ എനിക്കിത് മതി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു ചിന്ത, ഈ ഒരു സംഭവം നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുമ്പോൾ നമുക്കറിയാം, കുടുംബജീവിതം നയിക്കുന്ന അനേകം ജീവിതങ്ങളിൽ ജീവിത പങ്കാളിയുടെ കുറവിനെ മാറ്റി നിർത്തുന്ന പ്രവണതയുണ്ട്. ഈ കുറവ് ഉള്ള പങ്കാളിയെ വേണ്ടെന്ന് പറയുന്നൊരവസ്ഥയുണ്ട്. ഇന്ന് നമ്മുടെ ഈ ലോകത്തിൽ, ഈ രാജ്യത്തിൽ അനേകർ ഡിവോഴ്സിൻ്റെ വക്കിലേക്ക് എത്തി നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. കല്യാണം കഴിഞ്ഞ് 1-2 വർഷമാകും മുമ്പ് തന്നെ ജീവിതം വേണ്ടെന്ന് വെക്കുന്ന അനേകം ജീവിതങ്ങളെ കണ്ടുമുട്ടുമ്പോൾ ഇന്ന് കർത്താവ് ഈ അകറ്റി നിർത്താൻ ശ്രമിക്കുന്ന, വേണ്ടെന്ന് വെക്കാൻ ശ്രമിക്കുന്ന ജീവിതങ്ങളെ ചേർത്ത് പിടിച്ചിട്ട് നീ പറയണം, കർത്താവേ എനിക്കിത് മതിയെന്ന്. അങ്ങനെ എന്ന് നീ പറഞ്ഞു തുടങ്ങുന്നോ, അപ്പോൾ നിന്റെ ജീവിതത്തിൽ ഈശോ ജനിക്കാൻ തുടങ്ങും. ഈശോ ജനിക്കും നിന്റെ ജീവിതത്തിൽ, നിന്റെ കുടുംബത്തിൽ ഈശോ ജനിക്കും, നിന്റെ ജീവിത പങ്കാളിൽ ഈശോ ജനിക്കും. ചില വ്യക്തികൾ പറയും, അവൻ നശിച്ചുപോയി, അവനെ എനിക്ക് വേണ്ട. ആ മക്കളെ വേണ്ടെന്ന് പറയുന്ന, തള്ളിക്കളയുന്ന ഒരു പ്രവണത ചിലപ്പോഴെങ്കിലും ഉണ്ട്. മക്കളുടെ ദുശീലങ്ങൾക്ക് മുമ്പിൽ തോറ്റുകൊടുക്കാൻ പറ്റാത്ത, ക്ഷമിക്കാൻ പറ്റാത്ത അപ്പനും അമ്മയും തള്ളിപ്പറയുന്ന ചില മേഖലകളുണ്ട്. എന്നാൽ ഈശോ നമ്മോട് പറയുക, അവനെ ഇങ്ങ് ചേർത്ത് പിടിക്കണം, എന്നിട്ട് പറയണം എനിക്ക് ഇത് മതിയെന്ന്. ഞാൻ ഓർക്കുന്നൊരു കാര്യമുണ്ട്. ഇങ്ങനെ ഒരു ചേട്ടൻ എന്നോട് ഇങ്ങനെ സംസാരിച്ചത് ഞാൻ ഓർക്കുകയാണ്. വലിയ ഉദ്യോഗസ്ഥനാണ്, ഏറെ സമ്പത്തുള്ള മനുഷ്യൻ. അദ്ദേഹം പറഞ്ഞു, സിസ്റ്ററെ എൻ്റെ വീട്ടിലൊന്ന് വരുമോ? അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഇങ്ങനെ കടന്നു ചെല്ലുകയാണ്. കടന്നു ചെല്ലുമ്പോൾ നല്ല അതിസുന്ദരനായൊരു യുവാവ്, 28 വയസ്സുണ്ട്, സുന്ദരനായ യുവാവാണ്, കാണാൻ അതിഭംഗിയുണ്ട്, നല്ല വിനയം. എന്നോട് പറഞ്ഞു, സിസ്റ്റർ എൻ്റെ മോൻ്റെ കല്യാണമാണ് അടുത്ത മാസം. ഒത്തിരി സ്നേഹത്തോടെ ഞാൻ അവന് സ്തുതിയൊക്കെ ചൊല്ലി വർത്തമാനമൊക്കെ പറഞ്ഞു. അവൻ പറഞ്ഞു, സിസ്റ്റർ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ പ്രാർത്ഥിക്കാമെന്നും പറഞ്ഞു. അപ്പൊ ഞാനോട്, ഈ കൊച്ചിന് വലിയ തേജസ് ഉണ്ടല്ലോ, വലിയൊരു ഗ്രേസ് ഉണ്ടല്ലോ, ഭൗതിക സൗന്ദര്യത്തിനപ്പുറത്ത് എവിടെ ഒരു ആത്മീയ സൗന്ദര്യം ഞാൻ അവനിൽ കണ്ടു. അപ്പൊ ഞാൻ അവനോട് സംസാരിച്ചു. എന്നിട്ട് എന്നെ ഈ ചേട്ടൻ ഇവരുടെ വീട്ടിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് തിരിച്ചു വേറെ വീട്ടിലോട്ട് വിടുന്ന സമയത്ത് വണ്ടി കൊണ്ടുപോയി നിർത്തിയിട്ട് പറഞ്ഞു, ഒരു 5 മിനിറ്റ് ഞാൻ സംസാരിക്കട്ടെ സിസ്റ്ററെ എന്ന് ചോദിച്ചു. ഞാൻ സംസാരിച്ചോളാൻ പറഞ്ഞു. ഇദ്ദേഹം പറയാണ്, സിസ്റ്റർ എൻ്റെ മോനെ കണ്ടോ? ഞാൻ പറഞ്ഞു, കണ്ടു. എന്നാ നല്ല സുന്ദരനായൊരു കൊച്ചാ, നല്ല മിടുക്കനാണല്ലോ, വിനയമുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, സിസ്റ്ററെ എൻ്റെ കൊച്ച് യൂണിവേഴ്സിറ്റി പഠനത്തിന് വേണ്ടി യാത്രയായി. 1 വർഷം കഴിഞ്ഞതിന് ശേഷം അവന് ചെറിയ മാറ്റങ്ങളൊക്കെ സംഭവിച്ചു.
കൂട്ടുകാരുടെ കൂടെ അടിച്ചു പൊളിക്കാനും മയക്കുമരുന്നിനും അങ്ങനെയുള്ള എല്ലാ സന്തോഷങ്ങൾക്കും അവൻ അടിമപ്പെട്ടു. വീട്ടിലേക്ക് വരാതെയായി, ഞാൻ വിളിച്ചാൽ എടുക്കാതായി. ഇതെല്ലാം എൻ്റെ ഒരു കൂട്ടുകാരൻ വഴി ഞാൻ അറിയുകയാണ്. ഞാൻ ഒരു ദിവസം ആ കൂട്ടുകാരനെയും കൂട്ടി അവൻ്റെ ഹോസ്റ്റലിലേക്ക് ചെന്നപ്പോൾ ഞാൻ കാണുന്ന എൻ്റെ മുറിയിൽ, എൻ്റെ കൊച്ചിൻ്റെ മുറിയിൽ അവൻ ഇങ്ങനെ അടച്ചു പൂട്ടിയിരിക്കുന്നതാണ്. അടച്ചു പൂട്ടിയിരിക്കുന്ന അവൻ മയക്കുമരുന്നിന് അഡിക്റ്റായി, കുളിയില്ല, ഒന്നുമില്ല, ഒരു വൃത്തിയുമില്ല, പഠനമില്ല, തൂങ്ങിപ്പിടിച്ചിരിക്കുന്നൊരവസ്ഥ. ദേഷ്യം കൊണ്ട ഞാൻ ഒന്നും മിണ്ടാനാവാതെ അടിക്കണോ പിടിച്ചു വലിക്കണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഉപേക്ഷിക്കണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു നിമിഷം ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഞാൻ എഴുന്നേറ്റ് അവൻ്റെ അടുത്ത് ചെന്നിട്ട് അവനെ ചേർത്ത് പിടിച്ചു. ഞാൻ പറഞ്ഞു, വാ മോനെ, നമുക്ക് പഠിക്കണ്ട, പോകാം. തിരിച്ച് ഞാൻ എൻ്റെ മോനെയും കൊണ്ട് വീട്ടിൽ വരുമ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് ഇത് താങ്ങാനാവില്ല. പക്ഷെ ഞങ്ങൾ ഒരുമിച്ച് അന്ന് മുതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എഴുന്നേൽക്കാൻ ചിലപ്പോൾ 1 മണിക്കായിരിക്കും, 2 മണിക്കായിരിക്കും, ചിലപ്പോൾ 5 മണിക്കായിരിക്കും. ഇവൻ്റെ സ്വഭാവ പ്രത്യേകതകൾ കണ്ട് ഒരുപാട് സങ്കടപ്പെട്ടു. ഞങ്ങൾ ഒത്തിരി വേദനിച്ചു. പക്ഷെ ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ച് സിസ്റ്ററെ 1.5 വർഷം കടന്നുപോയി. 1.5 വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ കൊച്ച് പൂർണ്ണമായി ലഹരിയിൽ നിന്ന് വിമുക്തനായി. ഇന്ന് എനിക്ക് എത്രമാത്രം സമ്പത്തുണ്ടോ അതിൻ്റെ ഇരട്ടി സമ്പാദ്യം കൊയ്തെടുക്കുന്ന വലിയ ജോലിയുള്ള ഒരു മോനായി എനിക്കുള്ളത്. സിസ്റ്റർ കണ്ടില്ലേ അവൻ്റെ മുഖത്തെ തേജസ്? സിസ്റ്റർ കണ്ടോ? എല്ലാ ദിവസവും പള്ളിയിൽ പോകും, എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കും, ബൈബിൾ വായിക്കും. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് ഞാൻ തള്ളിക്കളഞ്ഞിരുന്നെങ്കിൽ ഇന്ന് എൻ്റെ മോൻ കുപ്പയിലായിരുന്നേനെ. പ്രിയപ്പെട്ടവരെ, ആ മനുഷ്യൻ്റെ സാക്ഷ്യം കേട്ടപ്പോൾ ഞാൻ ഓർത്തൊരു കാര്യമുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഒരുപക്ഷെ എന്നെ ഇഷ്ടപ്പെടാത്തവർ, എന്നെ വിമർശിക്കുന്നവർ, എന്നെ മാറ്റി നിർത്തുന്നവരെ ഞാനിങ്ങനെ മാറ്റി നിർത്തും. എനിക്ക് വേണ്ടെന്ന് ഞാൻ പറയും, എനിക്ക് അവരെ വേണ്ടെന്ന് മാറ്റി നിർത്തുന്നൊരു സ്വഭാവം എനിക്കുണ്ട്. ഇന്ന് ഈശോ എന്നോട് പറയുകയാ, നീ ഈശോയുടെ കൂട്ട് സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിനക്ക് എന്താ വേണ്ടെന്ന് വച്ചിരിക്കുന്നേ? അതിനെ ഇങ്ങ് ചേർത്ത് പിടിക്കണം. ഇത് പറയണം, ഈശോയെ എനിക്കിത് മതി. നെഞ്ചുപൊട്ടുന്ന വേദനയോടെ നീ അവനെ ചേർത്ത് പിടിച്ച് വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പിലേക്ക് എത്തുമ്പോൾ ആരെയാണോ നീ ചേർത്ത് പിടിച്ചത് അവൻ ഈശോ ജനിക്കാൻ തുടങ്ങും. ആ ഈശോ നിന്നോട് സംസാരിക്കാൻ തുടങ്ങും. ആ ഈശോ നിനക്ക് നഷ്ടങ്ങളുടെ വലിയ നികത്തിയിട്ട് നിനക്ക് വലിയ സമ്പന്നതയുടെ വാതിലുകൾ ഈശോ തുറന്നു തരും. സമാധാനത്തിൻ്റെ, സന്തോഷത്തിൻ്റെ വാതിൽ ഈശോ തുറന്നു തരും. പ്രിയപ്പെട്ടവരെ, എനിക്കറിയാം എന്നെ ശ്രവിക്കുന്ന ഒരു പക്ഷേ നിങ്ങൾ ചിന്തിക്കുമായിരിക്കും, ഈ വേദനിപ്പിക്കുന്ന ജീവിത പങ്കാളിയെ, ഈ തകർത്ത് കളയുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരെ ചേർത്ത് പിടിക്കാൻ എളുപ്പമാണോ എന്ന്. ഒരിക്കലുമല്ല പ്രിയപ്പെട്ടവരെ, എളുപ്പമല്ല. എനിക്കും നിങ്ങൾക്കും ഇത് എളുപ്പമല്ല. എന്നാൽ വചനം ഇപ്രകാരം പറഞ്ഞു വെക്കുകയാണ്. 138 സങ്കീർത്തനം 3-ാമത്തെ വചനം, 138:3 വചനം ഇങ്ങനെ പറഞ്ഞു വെക്കുകയാണ്. ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ അവിടുന്ന് എനിക്ക് ഉത്തരം അരുളി, എൻ്റെ ആത്മാവിൽ ധൈര്യം പകർന്ന് എന്നെ ശക്തിപ്പെടുത്തി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വേണ്ടെന്ന് വെക്കേണ്ടവരെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് നീ അവനെ വിളിച്ചപേക്ഷിക്കണം. നീ വിളിച്ചപേക്ഷിക്കുമ്പോൾ നിനക്ക് കിട്ടുന്ന ഒരു കാര്യമുണ്ട്, നിന്റെ ആത്മാവിൽ ധൈര്യം കിട്ടും, ധൈര്യം കിട്ടും, ശക്തി കിട്ടും. എനിക്കും നിങ്ങൾക്കും ഈ ലോകത്തില് ജീവിതത്തിലെ സഹനങ്ങളെ, വേദനകളെ ചേർത്ത് പിടിക്കണമെങ്കിൽ വേണ്ട 2 കാര്യങ്ങളുണ്ട്. ആത്മധൈര്യത്തിൻ്റെ അഭിഷേകം, ശക്തിയുടെ അഭിഷേകം. ഈ ധൈര്യവും ഈ ശക്തിയും ഞാൻ ചേർത്ത് പിടിക്കണമെങ്കിൽ, എനിക്കത് കിട്ടണമെങ്കിൽ ഞാൻ അവനെ വിളിച്ചപേക്ഷിക്കണം. ഇപ്പൊ കർത്താവിനോട് നമ്മൾ പറയുകയാണ്, കർത്താവേ എനിക്കിത് മതി, ഇത് മതി എന്ന് ഞാൻ പറഞ്ഞ് ഞാൻ അവനെ വിളിച്ചപേക്ഷിക്കുമ്പോൾ സ്വർഗം ഒരാത്മധൈര്യത്തിൻ്റെ അഭിഷേകം എനിക്ക് തരും. സ്വർഗം ഒരു ശക്തിയുടെ അഭിഷേകം എനിക്ക് തരും. എന്നെ ശ്രമിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലെ വേദനകളിലെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ഒന്ന് വിളിച്ചപേക്ഷിച്ച് നോക്കിക്കേ, നിനക്കൊരാത്മധൈര്യം കിട്ടും. യാത്ര ചെയ്യാൻ ഒരു ശക്തി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് തരും. ഈ ദൈവത്തിൻ്റെ കൂട്ട് കിട്ടുന്ന വ്യക്തി ആദ്യം കർത്താവിൻ്റെ മുമ്പിൽ നിന്ന് പറയണം, നിന്നോട് ചേർത്ത് വെച്ച ജീവിതത്തിൻ്റെ സഹനങ്ങളെ ചേർത്ത് പിടിച്ചിട്ട്, ഈശോയെ എനിക്കിത് മതിയെന്ന്, എനിക്കിത് മതിയെന്ന് പറയും തോറും നിന്റെ ജീവിതത്തിൽ, നിന്റെ പ്രിയപ്പെട്ടവരിൽ ഈശോ ജനിക്കാൻ തുടങ്ങും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് കർത്താവിൻ്റെ കൂട്ടുള്ളവരുടെ 1-ാമത്തെ സവിശേഷതയാണ് ജീവിതത്തിലെ സഹനങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് അവനോട് പറയണം, ഈശോയെ എനിക്കിത് മതിയെന്ന്.
രണ്ടാമതായി എനിക്ക് നിങ്ങളോട് പറയാൻ ഒരു കാര്യം, എൻ്റെയും നിൻ്റെയും ഒക്കെ ജീവിതത്തിൽ ഈശോയെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന്, പ്രാർത്ഥിക്കുന്നുണ്ടെന്ന്, വചനം വായിക്കുന്നുണ്ടെന്ന്, നന്മയുടെ വഴിയെ നടക്കുന്നുണ്ടെന്ന് ഞാനും നിങ്ങളും ചിന്തിക്കുകയാണ്. എന്നാൽ സ്വർഗം നമ്മളോട് ചോദിക്കുകയാണ്, ഈ യാത്രയിൽ നീ ദൈവത്തിന് പ്രീതിപ്പെട്ടവനാണോ? നീ സ്വർഗത്തിന് ഇഷ്ടമുള്ളതുപോലെയാണോ യാത്ര ചെയ്യുന്നത്? നിന്നിൽ ഈശോ എത്രമാത്രം ജനിച്ചിരിക്കുന്നു? റോമാക്കാർക്ക് എഴുതിയ ലേഖനം 14-ാം അധ്യായം 7-ാമത്തെ വചനത്തിൽ ഇങ്ങനെ പറഞ്ഞു വെക്കുന്നുണ്ട്, നമ്മിലാരും തനിക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നില്ല. നാം ജീവിക്കുന്നെങ്കിൽ കർത്താവിന് സ്വന്തമായി ജീവിക്കുന്നു. നാം മരിക്കുന്നെങ്കിൽ കർത്താവിന് സ്വന്തമായി മരിക്കുന്നു. ആകയാൽ നാം ജീവിച്ചാലും മരിച്ചാലും കർത്താവിനുള്ളവരത്രേ. പൗലോസ് ശ്ലീഹ പറയുകയാണ്, എന്നെയും നിങ്ങളെയും നോക്കി ശ്ലീഹായിലൂടെ കർത്താവ് അരുളി ചെയ്യുകയാണ്, ഞാൻ ജീവിക്കുന്നെങ്കിൽ കർത്താവിന് സ്വന്തമായി ജീവിക്കണം, മരിക്കുന്നെങ്കിൽ കർത്താവിന് സ്വന്തമായി മരിക്കണം. ഈ ലോകത്തിൽ മറ്റു പലർക്കും വേണ്ടി ജീവിച്ചു പോകുന്ന ഒരു ജീവിതമുണ്ട് നമുക്ക്. എന്നാൽ ഞാനും നിങ്ങളും ജീവിക്കേണ്ടത് ഈശോയ്ക്ക് സ്വന്തമായിട്ടാണ് ജീവിക്കേണ്ടത്. ഈശോയ്ക്ക് വേണ്ടിയാണ് ജീവിക്കേണ്ടത്. ഈശോയോടൊപ്പമാണ് ജീവിക്കേണ്ടത്. അങ്ങനെയെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, നമ്മുടെ ജീവിതത്തിൻ്റെ ആത്മീയതയുടെ തോത് എവിടെയാണ് നിൽക്കുന്നത്? എന്താണ് എൻ്റെ ആത്മീയതയുടെ തോത്? എത്ര മാത്രമുണ്ട് എൻ്റെ ആത്മീയതയുടെ ആഴം? എൻ്റെ ദൈവത്തോടുള്ള എൻ്റെ ബന്ധം എത്ര മാത്രമുണ്ട്? ഒറ്റയടിക്ക് പറഞ്ഞു വെച്ചാൽ ചിലപ്പോൾ നമുക്ക് തോന്നും ഞാനും നിങ്ങളുമൊക്കെ ഓക്കെയാണെന്ന്. ആരെയും കൊല്ലാൻ പോകുന്നില്ല, വലിയ വലിയ അപരാധങ്ങൾ ചെയ്യാൻ പോകുന്നില്ല. പക്ഷെ അതല്ലല്ലോ ആത്മീയതയുടെ തോത്. ഈശോ എന്നിൽ എത്രമാത്രം ജനിച്ചിട്ടുണ്ട്, ഈശോ എന്നിൽ എത്രമാത്രം നിഗൂഢമായിരിക്കുന്നു. പൗലോസ് ശ്ലീഹ കൊളോസോസിലെ ലേഖനത്തിൽ ഇപ്രകാരം പറഞ്ഞു വെക്കുകയാണ്, നിങ്ങളുടെ ജീവനോ യേശുക്രിസ്തുവിൽ നിഗൂഢമായി സ്ഥിതി ചെയ്യുന്നു. ഈശോയിൽ നിഗൂഢമായി സ്ഥിതി ചെയ്യുന്ന ഒരു ജീവനാണ് എനിക്ക് നിങ്ങൾക്കും ആവശ്യം. അതെത്ര മാത്രമുണ്ട്? അതാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം. അങ്ങനെയെങ്കിൽ ആഴത്തിൽ പരിശോധിക്കുമ്പോൾ നമുക്ക് തോന്നും ഇത് പോരാ, ഇത് പോരാ. യേശുവിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് നിന്റെ ആത്മീയതയുടെ ആഴങ്ങളിലേക്ക് നോക്കി നീ കർത്താവിനോട് പറയേണ്ട രണ്ടാമത്തെ കാര്യം, കർത്താവേ എനിക്കിത് പോരാ. ഈശോ എനിക്കിത് പോരാ കർത്താവേ. എന്നെ നീ നിഗൂഢമായി സ്ഥിതി ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്താൻ കർത്താവേ ഇനിയും ഞാൻ ഓടേണ്ടിയിരിക്കുന്നു. ഇത് പോരെന്ന് പറയുന്ന ഒരാത്മീയ അവസ്ഥ എനിക്ക് നിങ്ങൾക്ക് ഉണ്ടാകണം. ഈ കാലഘട്ടത്തിൽ എന്തൊക്കെ നേടിയാലും സ്വർഗത്തെ നേടിയത് മതിയായിട്ടില്ലെന്ന് പോരെന്നുള്ള ഒരു ചിന്ത, ഒരു തോന്നലാകട്ടെ നമ്മുടെ ജീവിതത്തെ നയിക്കേണ്ടതെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കാരണം ഇത് കിട്ടണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ ഒരു വിശ്വാസത്തിൻ്റെ ആഴം, കർത്താവേ എനിക്കിത് പോരെന്ന് പറയുന്ന ഒരു ലെവല് നമ്മളിൽ ഉണ്ടാകാൻ ആഗ്രഹിക്കാത്ത പല ജീവിതങ്ങളെ നമ്മളിന്ന് കാണുന്നത് ഉണ്ട്. എല്ലാം നാമമാത്രമായ മേഖലയിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മൾ ചുറ്റുപാട് നോക്കിയാൽ മതി, നമ്മുടെ കുഞ്ഞുങ്ങളിൽ ഈശോ വിശ്വാസം ഒത്തിരി കുറഞ്ഞുപോയി, ഒരുപാട് കുറഞ്ഞു. അവർക്ക് ഈശോ എന്ന അനുഭവം കിട്ടാതെ പോവുകയാണ്. ആ ഒരു അനുഭവം കിട്ടാതെ പോകുമ്പോൾ പ്രതിസന്ധികളിൽ യേശുക്രിസ്തുവിന് സ്ഥാനമില്ലാത്തൊരവസ്ഥയുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈശോയുടെ സൗഹൃദത്തിന് വേണ്ടി നീ കൊതിക്കുന്നുണ്ടെങ്കിൽ, നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നീ കർത്താവിനോട് പറയേണ്ടത് ഇതാണ്, കർത്താവേ എൻ്റെ ആത്മീയതയിൽ എനിക്കിത് പോരാ, എൻ്റെ ഭൗതികതയിൽ ഞാൻ ഓക്കെയാ കർത്താവേ, ഇത് മതി. ഇല്ലായ്മയായിരിക്കും, ഒരു ചെറ്റക്കുടലിലായിരിക്കും, ഒരു ചെറിയ പൊട്ടിപ്പൊളിഞ്ഞ കസേരയിലായിരിക്കും നീ ഇരിക്കുന്നത്. ഇത് മതിയെന്ന് പറയുന്ന തൃപ്തിയുടെ മനോഭാവം നിന്റെ ഭൗതികതയിൽ നിനക്കുണ്ടാവണം. എന്നാൽ നിന്റെ ആത്മീയതയിൽ ഇത് പോരെന്ന് പറയുന്ന, ഇനിയും നേടാനുണ്ടെന്ന് പറയുന്ന ഒരു സ്പിരിച്വാലിറ്റിയുടെ ഒരാഴപ്പെട്ട ഒരു ത്വര നിന്റെ ഹൃദയത്തിൽ നിന്ന് വരണം. അത് വന്നാലാണ് നിന്റെ ജീവിതത്തെ ദൈവത്തിൻ്റെ സൗഹൃദത്തിലേക്ക് ചേർത്ത് വെക്കാൻ പറ്റൂ. പല വ്യക്തികളും പലതും നിസ്സാരമായി കരുതുന്ന ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ട്. ഒരു ചെറിയ അനുഭവം കൂടി നിങ്ങളോട് പങ്കുവെച്ച് വചന ശുശ്രൂഷ അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരപ്പനും അമ്മയും കൂടി പ്രാർത്ഥിക്കാനായിട്ട് കടന്നു വന്നു. വലിയ സമ്പത്തുള്ള, വലിയ ആഠ്യത്വമുള്ള കുടുംബത്തിലെ അപ്പനും അമ്മയും. അമ്മ നിറകണ്ണുകളോടെ എൻ്റെ അടുത്ത് വന്നിരുന്നപ്പോൾ ഞാൻ ചോദിച്ചു, ചേച്ചി എന്തിനു വേണ്ടിയാ ഞാൻ പ്രാർത്ഥിക്കേണ്ടത്?
ചേച്ചി ഇങ്ങനെ പറഞ്ഞു, സിസ്റ്ററെ, എൻ്റെ മോൾക്ക് 21 വയസ്സുണ്ട്. അവൾ ഇതുവരെ 16 വയസ്സ് കഴിഞ്ഞതിന് ശേഷം പള്ളിയിൽ പോയിട്ടില്ല. കംപ്ലീറ്റ് നിരീശ്വരവാദിയായി പോയി. അവളൊന്ന് പള്ളിയിൽ പോകാൻ സിസ്റ്റർ പ്രാർത്ഥിക്കണം. ഇത് ചേച്ചി പറഞ്ഞു തീരുന്ന നിമിഷം ആ ഹസ്ബൻഡ് ആ ചേച്ചിയുടെ കയ്യിൽ ഇങ്ങനെ മുറുക്കെ പിടിച്ചു. വളയിട്ടിരിക്കുന്ന കൈ ഇങ്ങനെ ചുമന്ന് തുടുത്ത് മുറുക്കെ പിടിച്ചിട്ട് എൻ്റെ മുഖത്തോട് നോക്കിയിട്ട് ചോദിച്ചു, സിസ്റ്ററെ, ഇവിടെ എത്രയോ പേരുടെ മക്കൾ പള്ളിയിൽ പോകുന്നില്ല, എത്രയോ പേർക്ക് വിശ്വാസമില്ല, ഇതൊരു വലിയ പ്രശ്നമാണോ എന്നാണ് അദ്ദേഹം എന്നോട് ചോദിച്ചത്. പ്രിയപ്പെട്ടവരെ, ഞാൻ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ, സ്വന്തം മകള് പള്ളിയിൽ പോകാതിരിക്കുന്നു, വിശ്വാസമില്ല എന്ന് പറയുന്നത് ഒരു പ്രശ്നമല്ലെന്ന് തോന്നുന്നതാണ് ചേട്ടൻ്റെ പ്രശ്നമെന്നേ എനിക്ക് പറയാനുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഇന്ന് പലർക്കും തോന്നുന്നുണ്ട് ഈശോ അകന്നു പോകുന്നത് പ്രശ്നമല്ല എന്ന്, പ്രാർത്ഥിക്കുന്നതിൻ്റെ ആവശ്യകത ഇല്ല എന്നാണ് അവരുടെ ചിന്ത. ഇതൊന്നൊരു പ്രശ്നമല്ലെന്ന് ചിന്തിക്കുന്ന ഒരു മേഖലയിൽ കർത്താവ് നമ്മോട് പറയുക, നിനക്ക് ഈശോയുടെ കൂട്ട് വേണോ? ഈശോയെ, എൻ്റെ ആത്മീയതയിൽ ഒരു വലിയ വിടവുണ്ട്, ഒരു കുറവുണ്ട്, നീ എനിക്ക് അതിനുള്ള ശക്തി തരണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കൊന്ന് കണ്ണടയ്ക്കാം, കരങ്ങൾ കൂട്ടിപ്പിടിക്കാം, ഈശോയോട് പ്രാർത്ഥിക്കാം. ഈശോയെ, ജീവിതത്തിലേറെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഒരുപാട് ചിന്തകൾ എന്നെ അലട്ടുന്നുണ്ട്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് കടന്നു പോകാത്ത നദികൾ എൻ്റെ മുമ്പിലുണ്ട്. കർത്താവേ, എങ്കിലും വിശ്വാസത്തോടെ നിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് എൻ്റെ സഹനങ്ങളെ ചേർത്ത് പിടിച്ച് നിന്റെ വലിയ കൂട്ടിന് വേണ്ടി ആഗ്രഹിച്ച് നീ ജനിക്കാൻ ആഗ്രഹിച്ച് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എനിക്കിത് മതി അപ്പ, എനിക്കിത് മതി. എൻ്റെ ആത്മീയതയിൽ നീ ഇല്ലാത്തൊരവസ്ഥയുണ്ട് കർത്താവേ, നീ ഇല്ലാത്തൊരു ശൂന്യതയുണ്ട് കർത്താവേ. നിന്നെ എനിക്ക് വേണം. ഇനിയും ആത്മീയതയുടെ ആഴങ്ങളിലേക്ക് കടന്നു പോകാൻ എനിക്ക് കൃപ തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ കർത്താവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് എൻ്റെ ജീവിതത്തെ ഉയർത്തി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എല്ലാ സ്തുതിയും എല്ലാ ആരാധനയും മഹത്വവും അങ്ങേക്ക് ഞാൻ അർപ്പിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ.